ഇന്ത്യ പരമാധികാര രാഷ്ട്രമായിട്ട് 75 വർഷം പൂർത്തിയാവുകയാണ് ഈ വരുന്ന 2026 ജനുവരി 26-ാം തീയതി. 1946 നവംബർ 26-ാം തീയതിയായിരുന്നു ഇന്ത്യൻ ഭരണഘടന ഡ്രാഫ്റ്റ് അംഗീകരിച്ച് ഒപ്പിട്ടത്. 2 മാസം പൂർത്തിയായപ്പോൾ 50 ജനുവരി 26-ാം തീയതി അത് ഇന്ത്യ പരമാധികാര രാഷ്ട്രമായി പ്രഖ്യാപിച്ച് പ്രാബല്യത്തിൽ വന്നു ഭരണഘടനാ നിർമ്മാണ സഭ 1946-ലാണ് രൂപീകരിച്ചത്. അതിന് അധ്യക്ഷൻ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആയിരുന്നു. ഭരണഘടനാ ഡ്രാഫ്റ്റ് കമ്മിറ്റി ചെയർമാനാണ് ഡോക്ടർ ബി ആർ അംബേദ്കർ. ആ ഡ്രാഫ്റ്റ് കമ്മിറ്റിയിൽ 7 പേരാണ് ഉണ്ടായിരുന്നത്. അതിന് മുഖ്യ ഉപദേശകൻ BN റാവു ആയിരുന്നു. മറ്റു മെമ്പർമാർ അല്ലാടി കൃഷ്ണസ്വാമി അയ്യർ, KN മുൻഷി, ഡോക്ടർ മുഹമ്മദ് സാമല്ല, BL മിത്തറും ഖൈത്താൻ എന്ന ആളും കൂടിയായിരുന്നു. BL മിത്തർ പിന്നീട് രാജിവെച്ചു. രാജിവെച്ച ശേഷം അതിനു പകരം N മാധവറാവു ഉണ്ടായിരുന്നത്. ഭരണഘടന അവസാന ഘട്ടമായപ്പോൾ DP ഖൈത്താൻ മരണമടഞ്ഞു. അതിനു പകരം TT കൃഷ്ണാചാര്യ ആയിരുന്നു ഒടുവിൽ വന്ന ആൾ. 1946-ലെ ക്യാബിനറ്റ് മിഷൻ്റെ കീഴിൽ രൂപീകരിച്ചാണ് നമ്മുടെ ഭരണഘടനാ നിർമ്മാണ സഭ. ആകെ 13 കമ്മിറ്റികൾ ചേർന്നാണ് ഈ ഭരണഘടനാ നിർമ്മാണ സഭ. ഈ ഭരണഘടനാ നിർമ്മാണ സഭയിലെ മുഴുവൻ മെമ്പർമാരും തിരഞ്ഞെടുക്കപ്പെട്ടവരാണ്. നാട്ടുരാജ്യത്തു നിന്നും അതുപോലെ തന്നെ ബ്രിട്ടീഷ് ഭരണത്തിൽപ്പെട്ട സ്ഥലങ്ങളിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട് വന്ന ആൾക്കാരാണ് ഈ 389 അംഗങ്ങളും. രാജ്യം വിഭജിക്കപ്പെട്ടപ്പോൾ അംഗങ്ങൾ കുറഞ്ഞു 299 മാറി. ഈ ഭരണഘടന അവസാന കാലഘട്ടത്തിൽ ഒപ്പിട്ടത് 284 പേരാണ്. ഈ ഭരണഘടനാ നിർമ്മാണ സഭയുടെ അധ്യക്ഷൻ രാജേന്ദ്ര പ്രസാദ് എന്ന് പറഞ്ഞല്ലോ, ആദ്യം ഡോക്ടർ സച്ചിദാനന്ദ സിൻഹയായിരുന്നു. പിന്നീടാണ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ചെയർമാനാവുന്നത്. 1946 ഡിസംബർ 9-ാം തീയതിയായിരുന്നു ഭരണഘടനാ നിർമ്മാണ സഭയുടെ ഉദ്ഘാടനം യോഗം ആദ്യമേ നടന്നത്. 1947 ആഗസ്റ്റ് 29-ാം തീയതിയായിരുന്നു ഭരണഘടനാ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി രൂപീകരിച്ചത്. അതിന് ചെയർമാനായിരുന്നു ഡോക്ടർ BR അംബേദ്കർ. 2 വർഷവും 11 മാസവും 18 ദിവസവും ഈ ഡ്രാഫ്റ്റ് കമ്മിറ്റി ഇരുന്ന് ചർച്ച ചെയ്തു. 165 ദിവസം തുടർച്ചയായിട്ട് ഈ കമ്മിറ്റി ഇരിക്കേണ്ടി വന്നു. 7635 ഭേദഗതികൾ വന്നു. അതിൽ 2437 തീരുമാനമെടുക്കുകയും ചെയ്തു. 1948 ഫെബ്രുവരി 28-ാം തീയതി ആദ്യ പതിപ്പ് ഭരണഘടന ഫസ്റ്റ് പതിപ്പ് പ്രസിദ്ധീകരിച്ചു. 1949 നവംബർ 26-ാം തീയതി ഭരണഘടന ഡ്രാഫ്റ്റ് അംഗീകരിച്ചു. തുടർന്ന് 1950 ജനുവരി 24-ാം തീയതി എല്ലാ ആളുകളും എല്ലാ മെമ്പർമാരും ഒപ്പിട്ടു. 26-ന് അത് നിലവിൽ വന്നു.